PG ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് ഒരുപാട് പ്ലാറ്റ്ഫോംസ് തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ പലതരത്തിലുള്ള ഒരു ശരിയായ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. FB-ന്നാണ് ഹൈക്ക് വോയിസ് ലേണിങ്ങിനെ കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞതും അതില് ജോയിൻ ചെയ്തതും. അങ്ങനെയാണ് അതിൽ വിളിച്ച് സംസാരിച്ച വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു തന്നു. കാര്യങ്ങളൊക്കെ നന്നായി. ഓറിയന്റേഷൻ ക്ലാസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഹൈക്ക് വോയിസ് ലേണിങ്ങിന്റെ നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സ് എന്താണെന്നും അത് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ നിന്നാണ്. അപ്പൊ വളരെ ഒരു നല്ല ക്ലാസ്സുകളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനും എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു PG കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം ഈ ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുണ്ട്. തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൈക്ക് വോയിസ് ലേണിങ്ങിനെ ടീമിനെ മൊത്തം. ഞാൻ 2-3 പ്ലാറ്റ്ഫോം നോക്കിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഒരു ലക്കലിയാണ് നിങ്ങളുടെ ഇതിൽ സെലക്ട് ചെയ്യാൻ തോന്നിയത് എന്ന് എനിക്ക് സെലക്ട് ചെയ്തത് തെറ്റിയില്ല എന്നൊക്കെ തുടർന്നുള്ള ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ പ്രൂവ് ചെയ്തു. ബിയോണ്ട് എക്സ്പെക്ടേഷൻ തന്നെ പറയണം. എൻ്റെ ഒപ്പീനിയൻ അത് തന്നെയാണ്. റിയലി ഐ റെസ്പെക്ട് ഓൾ ദ ഹോൾ ടീം. നിങ്ങൾ ആ ഒരൊറ്റ വാക്കായിരുന്നു ഞാനത് സെലക്ട് ചെയ്യാനുള്ള, അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഡ്രോപ്പ് ആയാലും കൈപിടിച്ച് കയറ്റും എന്നുള്ള വാക്കായിരുന്നു ഞാനിത് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ എല്ലാവരും വളരെ ഹമ്പിളായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നു. റിയലി ഹാപ്പി. നിങ്ങൾക്ക് അഭിമാനിക്കാം. നമ്മൾ എല്ലാവരും എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരടുത്തൊക്കെ ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, ചാൻസ് ഉണ്ട്, നിങ്ങൾ മിസ് ചെയ്യരുത്. പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ ഒരുപാടുണ്ട്, അതിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ബിയോണ്ട് ദാറ്റ് നിങ്ങളുടെ ഒരു എയിം പറഞ്ഞത് ആ ഒരു ക്ലാസ് ഒരു ഡിഗ്രി കിട്ടുക അല്ലെങ്കിൽ ഒരു സ്കോളർ ആവുക എന്നതിലുപരി എഡ്യൂക്കേഷൻ കൊണ്ട് ഉള്ള ഉദ്ദേശം നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ള രീതിയിൽ ഇതിനോടുള്ള അപ്രോച്ചും വളരെ നന്നായിട്ടുണ്ട്. ഞാനും ഈ ഹൈക്ക് വോയിസിനെ ഫേസ്ബുക്കിലെ കൂടിയാണ് പരിചയപ്പെട്ടത്. 93-ൽ ജോലിയിൽ കയറിയതാണ്. പിന്നെ വേണ്ട ഇനിയൊന്നും പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഹൈക്ക് വോയിസിൽ ഇങ്ങനെ കണ്ടപ്പോ എന്തായാലും ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എനിക്ക് ഭയങ്കര എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിക്കുന്നു. അതിലൊരു നല്ലൊരു പ്രതീക്ഷ. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്കൊരു ബേസിക് നോളജോ ഒന്നുമില്ല. ജോലി വരിക എന്നല്ലാതെ കണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് ഈ സൈക്കോളജിയെ കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കി. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പഠിക്കണം എന്ന് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി പഠിക്കാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ സപ്പോർട്ട്. ഹൈക്ക് വോയിസിന്റെ ഭാഗത്തു നിന്നുള്ള എഫർട്ട് അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. കാരണം ഞാൻ ആക്ച്വലി 19 ജാനുവരി ബാച്ച് ആണ്. ഇത്രയും നാളായിട്ടും ടെക്സ്റ്റ് ഒന്ന് തുറക്കാനോ അതിനോടൊരു സബ്ജക്റ്റ് ഒന്ന് വായിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എപ്പോഴും വായിക്കാം എന്നുള്ള ഒരു ഇതല്ലാതെ ഒട്ടും വായിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എന്തെങ്കിലുമൊക്കെ കാരണം വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്ത് പോകത്തേ ഉള്ളൂ. ഒന്നാമത് സബ്ജക്ട് നോളജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിരുന്നു തുടങ്ങാൻ. ഇപ്പം ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും മാം അത് ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വായിച്ചേ പറ്റൂ എന്നൊരു സ്ഥിതി വന്നത് കൊണ്ട് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വായിക്കാതെ പോകുന്ന ദിവസങ്ങളിൽ ഭയങ്കര കുറ്റബോധമാണ്, വായിച്ചില്ലല്ലോ എന്നുള്ളത്. അതൊരു പുതിയ ഫീലിംഗ് ആണ്. ഇത്രയും നാളും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മോൻ 10ാം ക്ലാസ്സിലാണ്. മോനും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അമ്മ പഠിക്കുന്ന ആദ്യമായിട്ട് കാണുവാണ്. അങ്ങനെയൊന്നും അവനും കണ്ടിട്ടേ ഇല്ല. അപ്പം അതൊക്കെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു ഞാൻ ക്ലാസ് തുടങ്ങാനും. ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ 2001 BEd കഴിഞ്ഞതാണ്. പിന്നീട് പഠിത്തമൊന്നും ഉണ്ടായിട്ടില്ല. പഠിപ്പിലാണ് ഉണ്ടായത്. 12 വർഷമായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ പിന്നെയും പഠിക്കാൻ വരുമ്പോഴത്തേക്കൊരു പിള്ളേരൊക്കെ ക്ലാസ്സിലിരിക്കുമ്പോ നമ്മളെയൊക്കെ ഇങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നല്ലേ എന്നൊക്കെ ഒരു ഫീൽ ഇപ്പോഴാണ്
പിന്നെ തോന്നി തുടങ്ങുന്നത്. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. വീട്ടിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. മോനും ഹസ്ബൻഡും ഒക്കെ അമ്മ പുസ്തകം എടുത്തല്ലോ ഒരു സന്തോഷമുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. 2020 ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ഹൈക്വൈസ് കണ്ടത്. അതിലിങ്ങനെ സൈക്കോളജി കണ്ടപ്പം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ ആണ് ഇതിൽ വന്നത്. പിന്നെ ആ സൈക്കോളജി ആ സിലബസിൽ എന്തൊക്കെ വരുന്നൊന്നും അറിയില്ലായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടിയത് ഹൈക്വൈസ് തന്നെയാണ്. കാരണം ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വളരെ സന്തോഷം. അതില് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ്. പിന്നെ നമ്മളുടെ ഹുസ്ന മാം ആണെങ്കിൽ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു ഡ്രോബാക്ക് വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ അത് മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം പോലെ തോന്നുകയാണ്. കാരണം നമ്മൾ സ്റ്റഡീസിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പല ചാൻസുകളുണ്ട്. എങ്കിലും ഇല്ലാതെ തന്നെ അതിൽ നിന്ന് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കും വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇച്ചിരി ഒന്ന് ഇതായ പോലും അതിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആൾക്കാരുണ്ടല്ലോ പുറകിൽ എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് എപ്പോഴും കൂടെ നിൽക്കുന്നത്. എല്ലാവിധ ആശംസകളും അതോടൊപ്പം പ്രേയേഴ്സും എല്ലാം തന്നെ നേരുന്നു. താങ്ക് യു. ഐക്യൂസിന്റെ എല്ലാ ഓറിയന്റേഷൻ സെഷനും അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യുക, എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ തന്നെ ഐക്യൂസ് നന്നായി സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും പ്രോഗ്രാമുകളും എല്ലാം ചെയ്ത് തന്ന ഐക്യൂസിനും വളരെയധികം നന്ദിയുണ്ട്. IGNOU ജോയിൻ ചെയ്തപ്പം മാമൊക്കെ അന്ന് പറഞ്ഞായിരുന്നു അവരുടെ ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹുസ്ന മാമൊക്കെ അയക്കുന്ന മെസ്സേജിന് ഞാൻ ശരിക്കും റിപ്ലൈ പോലും കൊടുക്കാൻ പറ്റാറില്ല ജോലിയുടെ തിരക്ക് കാരണം. അപ്പം എന്നാലും മാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേ ചോദിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഭയങ്കര സ്നേഹമാണ്, സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. ഈ ഓറിയന്റേഷൻ സെക്ഷനൊക്കെ ഇത്രയും നന്നായിട്ട് പോയപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനിയുള്ളത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കാരണം ഇത്രയുള്ളത് തന്നെ ഇത്രയും നന്നായിട്ട് ചെയ്തപ്പോൾ ക്ലാസ് ഒക്കെ നല്ലൊരു ഇതിലായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്.